ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് വളരെ രസകരമായ ഒരു ടോപ്പിക്കാണ്. അവലും പെണ്ണും ഒരുപോലെ, ഇടിക്കും തോറും മയം കൂടും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ആത്മീയഭോജ്യം കൂടുതൽ വളരും എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ ടോപ്പിക്ക് അവലും പെണ്ണും ഒരുപോലെ, ഇടിക്കും തോറും മയം കൂടും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് എൻ്റെ അഭിപ്രായം അല്ല. ഞാൻ ഈ ഒരു അഭിപ്രായം ഷെയർ ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുമല്ല. ഒരാളുടെ നാവിൽ നിന്ന് വീണ ഒരു കാര്യം, അത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ അമ്മായിയപ്പൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. മോനെ, അവലും പെണ്ണും ഒരുപോലെയാണ്, ഇടിക്കും തോറുമാണ് മയം കൂടുക. സ്വന്തം മകളെ ഇടിക്കണം എന്നുള്ള ആ ഒരു ആശയമാണ് അപ്പൻ പങ്കുവച്ചത്. അവളുടെ സ്വഭാവം എനിക്കറിയാം. ഇനി അതുമൂലം നീ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എനിക്കിതേ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ. ഇനി അവളെ നേരെ ആക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗമില്ലെന്ന്. ഇത് കേട്ടിട്ട് പോയി ചേട്ടന്മാരെ, ഭാര്യയെ അടിക്കോ ഇടിക്കോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിണതഫലം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. കാരണം ഇന്നത്തെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ബുമറാങ് സ്ത്രീകളാണ്, അടിച്ചാൽ തിരിച്ചടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ട് അനാവശ്യമായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും, നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെച്ചോണേ. നമ്മളിവിടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആശയം നമ്മുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു വിഷയം പങ്കുവയ്ക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, ചില വ്യക്തികളൊക്കെ ഭയങ്കര പാട്ടും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉരുക്കി എന്നെ നീ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ച് നീ ഉപയോഗിക്കൂ, ഇങ്ങനെയുള്ള പാട്ടൊക്കെ പാടും. ഇതേ വ്യക്തികളെ ദൈവം ഒന്ന് ചൂടാക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവരുടെ സ്വഭാവം മാറും. ചൂടാക്കാൻ തുടങ്ങിയാൽ ഉടനെ ചൂടാകാൻ തുടങ്ങുന്ന ദൈവമക്കളെ നമ്മൾ കണ്ടെന്ന് വരും. പിന്നെ ഈ പാട്ടും പ്രാർത്ഥനയൊക്കെ എന്തിനായിരുന്നു? അതൊരു സ്റ്റൈല്. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ സ്വഭാവം മാറുന്നത്. ഇതല്ല ദൈവമക്കൾക്ക് വേണ്ടത് എന്ന കാര്യം വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ പറയാറുള്ള കാര്യമാണ്. പറയാൻ എളുപ്പമാണ്, പക്ഷേ ജീവിക്കാൻ ശരിക്കും കഷ്ടപ്പെടണം. ഇത് പല കാര്യങ്ങളും പറയാൻ വളരെ എളുപ്പമാണ്. സഹനത്തെക്കുറിച്ചാണേലും പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് എടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് അത്ര എളുപ്പമല്ല. അതിന് നമ്മൾ ശരിക്കും കഷ്ടപ്പെടണം. ഇത് ചിലരെ കാണാൻ സാധിക്കും, ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തൂസിയാസം. അത് വേണമെങ്കിൽ നമുക്ക് ഈസ്റ്ററിനെ കുറിച്ചായിരിക്കാം, പെരുന്നാളിനെ കുറിച്ചായിരിക്കാം, സഹനത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ആത്മരക്ഷയെക്കുറിച്ചായിരിക്കാം. വലിയ ഉത്സാഹത്തോടു കൂടി അതേക്കുറിച്ചൊക്കെ പറയാൻ പറ്റും. പക്ഷേ യേശുവിനെ അടുത്ത് അനുഗമിക്കാൻ, പ്രത്യേകിച്ച് ആ കാൽവരി മലയിലേക്ക് യേശുവിനെ അടുത്ത് അനുഗമിക്കാൻ, യേശുവിനോട് ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ അതിനെത്ര പേർക്ക് സാധിക്കും? സംസാരിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ ഉത്സാഹം കാണിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ അത് ജീവിതത്തിലേക്ക് വരുമ്പോൾ എടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് എത്ര പേർക്ക് പറ്റും? യാക്കോസ്ലിയ 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വചനഭാഗം, അതുപോലെ 1 യോഹന്നാൻ 3:18, ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. സ്നേഹിക്കേണ്ടത് വാക്കുകൊണ്ടല്ല, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. വേദനിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ, അല്ലെങ്കിൽ വിശക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ ആശ്വാസ വാക്ക് പറഞ്ഞാൽ പോരാ, അവർക്ക് ഭക്ഷിക്കാനുള്ളതുകൂടെ കൊടുക്കണം. അങ്ങനെയുള്ളവരാണ് പ്രവൃത്തിയിലും സത്യത്തിലും ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ന് കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ദ സ്മോളസ്റ്റ് ഗുഡ് ഡീഡ് ഈസ് ബിഗർ ദാൻ ദ ബിഗസ്റ്റ് ഗുഡ് ഇൻറ്റൻഷൻ. വലിയ ബ്രഹ്മാണ്ഡൻ ഐഡിയ, നല്ല നല്ല ആശയങ്ങൾ, അത് തലയ്ക്കകത്ത് കൊണ്ടു നടക്കുന്നതിലല്ല കാര്യം, അത് പ്രാവർത്തികമാക്കണം. പ്രാവർത്തികമാക്കുന്നവരെയാണ് ദൈവം കൂടുതൽ ഇഷ്ടപ്പെടുക. 2 പുത്രന്മാരുടെ ഉപമയിലാണെങ്കിലും ഒരാൾ വലിയ വായിൽ സംസാരിച്ചു, ഇപ്പം ഞാൻ ചെയ്യാൻ പോവാണ്, പക്ഷെ അവൻ പോയില്ല. മറ്റവൻ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് അനുദപിച്ചു പോയി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനെ കുറിച്ച് കാണാൻ പറ്റും. അപ്പം നമ്മൾ പ്രവൃത്തിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. അതിനാണ് ദൈവം മാർക്കിടുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സഹനം രക്ഷയുടെ അൾത്താരയാണ്. കുരിശ് രക്ഷയുടെ ഒരടയാളമാണ്, സിംബൽ ഓഫ് സാൽവേഷൻ. അപ്പോൾ അതുകൊണ്ട് ഈ സഹനത്തെ ആ രീതിയിൽ കാണുന്നവർ, എടുക്കാൻ സാധിക്കുന്നവർ, അവർക്കാണ് യഥാർത്ഥത്തിൽ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്താൻ പറ്റുക. 2 തീമോത്തി 3:12, യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. 2:11-12 വചനങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ 2 തീമോത്തി 2:11-12, യേശുവിനോടൊപ്പം ജീവിച്ച് സഹിച്ച് മരിക്കുന്നവരാണ് യേശുവിനോടൊപ്പം ഉത്ഥാനം ചെയ്ത് നിത്യമായിട്ട് അവനോടുകൂടെ വാഴുക. മത്തായി 10:22 എടുത്താൽ അവസാനം വരെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. വെളിപാട് 2:10 വായിച്ചാലോ, അവസാനം വരെ വിശ്വസ്തത തുടരുന്നവർക്ക് നിത്യജീവന്റെ കിരീടം ലഭിക്കും. 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 16 വരെ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരിക്കലും സഹനത്തിൽ തളരരുത്, ലജ്ജിക്കരുത്, അഭിമാനത്തോടെ അതെടുത്ത് മുമ്പോട്ട് പോകാൻ തയ്യാറാകണം. മൂന്നാമത്തെ കാര്യം, ഞെരുക്കങ്ങൾ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ
ഞരങ്ങുന്നവരാകാം, വേണമെങ്കിൽ ദൈവത്തെ തുതിച്ച് മഹത്വപ്പെടുത്തുന്നവരാകാം. ഇത് രണ്ടിനും സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ ഭാഗത്ത് നിന്നും സംഭവിക്കാറുള്ളത് എന്താണ്? ഹബക്കൂക്ക് 3:17 മുതൽ വായിക്കുമ്പോൾ, അത്തിവൃക്ഷം പൂത്താലും ഇല്ലേലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ശിഷ്യന്മാര് വിശ്വാസത്തെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ അതിൽ ഞരങ്ങുമല്ല ചെയ്തത്, അഭിമാനത്തോടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായം 41-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതാണ്. 1 തെസ്സലോനിക്ക 5:16 മുതൽ 18 വരെ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും സന്തോഷിക്കണം. സന്തോഷിക്കാവുന്ന സാഹചര്യത്തിൽ മാത്രമല്ല, എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. അപ്പോസ്തല പ്രവർത്തനം 16:25 മുതൽ വായിക്കുമ്പോൾ, ജയിലിലടയ്ക്കപ്പെട്ട പൗലോസും സീലാസും അവിടെ കിടന്ന് ഞരങ്ങുമല്ല ചെയ്തത്, പരാതി പരിഭവം പറയുകയല്ല ചെയ്തത്. അർദ്ധരാത്രിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന 2 വ്യക്തികളായിട്ട് അവരെ കാണാൻ പറ്റും. തന്മൂലം അവിടെ നടന്നത് അത്യത്ഭുതകരമായ കാര്യങ്ങളാണ്. സുഭാഷിതങ്ങൾ 12:1 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ശിക്ഷണം ഇഷ്ടപ്പെടുന്നവർ വിജ്ഞാനികളാണ്. ശിക്ഷണം വരുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും. ഇനി അത് വെറുക്കുന്നവർ, അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മൂഢരാണ്. ശിക്ഷണത്തെ വെറുക്കുന്നവർ മൂഢരാണ്. അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. അവസാനമായിട്ട് നമ്മൾ എടുക്കുന്നത്, ഞെരുക്കത്തിലൂടെ കടന്നു പോകാൻ സന്നദ്ധരാകുന്നവർക്ക് ഒടുക്കം മഹത്വമുണ്ടാകും. നമുക്കറിയാലോ, ദുഃഖവെള്ളി എവിടെയാണ് കൊണ്ട് എത്തിച്ചത്? ഉത്ഥാന തിരുനാളിൽ. ദൈവം മഹത്വീകരിക്കപ്പെട്ട ആ ഒരു അവസ്ഥ നമ്മൾ കാണുന്നു. പക്ഷേ അതിന് ദുഃഖവെള്ളിയിലൂടെ അവൻ കടന്നുപോയി. പുറപ്പാട് 1:12 വായിച്ചാൽ, ഇസ്രായേൽ ജനം പീഡിപ്പിക്കപ്പെട്ടു, ഞെരുങ്ങേണ്ടി വന്നു. പക്ഷേ അത് അവരെ വളർത്തിയതേ ഉള്ളൂ. അവർക്കൊരു കുറവും വന്നില്ല. അവര് വളർന്നു വലുതാകുന്നത് നമുക്ക് കാണാൻ പറ്റും. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ സൂസന്ന ഒരുപാട് സഹിക്കേണ്ടി വന്നു. ഞെരുക്കപ്പെട്ട ഒരു വ്യക്തി. പക്ഷെ പിന്നീട് അവർക്കുണ്ടായത് മഹത്വമാണ് എന്ന് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. യാക്കോബ് 1:12, പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം സ്വർണത്തെക്കാൾ വിലയുള്ളതാണ് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകൻ 2:5 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ സഹനത്തിന്റെ തീച്ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായവർ ശുദ്ധീകരിക്കപ്പെടുന്നു. അവർക്ക് പിന്നീട് മഹത്വമുണ്ടാകും എന്നുള്ളതാണ് ആ വചനത്തിന്റെ സൂചന. ഇതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി കർത്താവ് നമ്മെ ചൂടാക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചൂടാകുന്നവരാകാതെ അത് ഉൾക്കൊണ്ടുകൊണ്ട് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നവരായി മാറണം. അതിനുവേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.